വാർത്തകൾ പരിശോധിക്കാം. തൃശൂർ പുതുക്കാട് വാഹനാപകടത്തിൽ യുവാവ് മരിച്ചതിൽ കൊലപാതകമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. ഞായറാഴ്ച വൈകിട്ട് പട്ടാമ്പി സ്വദേശി റിജാസ് ആണ് അപകടത്തിൽ മരിച്ചത്. റിജാസിനെ ബോധപൂർവം ഇടിച്ചതെന്നാണ് കുടുംബത്തിന്റെ പരാതി. മുൻവൈരാഗ്യത്തിൽ മകൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കരുതിക്കുട്ടി തമിഴ്നാട് സ്വദേശികൾ വാഹനം ഇടിപ്പിക്കുകയായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് കാണുന്നത്. ആ വാഹനം ഇടിച്ച് തെറിപ്പിച്ച് അത് മുന്നോട്ട് പോകുന്നു. ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും വ്യക്തമായിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത്? ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാലക്കാട് പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള റിജാസ് വിവാഹം ഉറപ്പിക്കുക കൂടി ചെയ്ത സുഹൃത്തായ ഗ്രീഷ്മയ്ക്കൊപ്പം കോട്ടയത്തിന് പോയി തിരികെ മടങ്ങുന്ന വഴി വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. പുതുക്കാട് വെച്ചാണ് സംഭവം നടക്കുന്നത്. ചാലക്കുടിയിൽ വെച്ച് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഒരു പിക്കപ്പ് വാനുമായി അതിന്റെ ഡ്രൈവറും അതിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകളുമായി ഇരുവരും തമ്മിൽ ഈ വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിന് പിന്നാലെയാണ് ചാലക്കുടിയിൽ നിന്നും പുതുക്കാട് എത്തിയപ്പോൾ ഈ വാഹനത്തിൽ അപകടമുണ്ടാകുന്നത്. ഈ ബൈക്കിന് പിക്കപ്പ് വാൻ ഇടിക്കുകയും തൽക്ഷണം തന്നെ യുവാവിന്റെ ശരീരത്തിലൂടെ വാൻ കയറിയിറങ്ങുകയും അവിടെ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഗ്രീഷ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് അവർ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് അവർക്ക് ബോധം തിരികെ ലഭിച്ചത്. ആ സമയത്താണ് അപകടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതും യുവാവ് മരണപ്പെട്ടതും. ശരി ലെവിൻ, എന്തായാലും ബോധപൂർവം റിജാസിനെ ഇടിച്ചു വീഴ്ത്തി എന്നതാണ് കുടുംബത്തിന്റെ പരാതി. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അത് വലിയ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നു. പിന്നീട് ആ വാഹനം മുന്നോട്ട് പോകുന്നത് ദൃശ്യങ്ങളിൽ കാണുകയാണ്. ആ പരാതി അത് ഗൗരവമായി തന്നെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം.